ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതൊന്ന് നോക്കാം നമുക്ക്. കൂന്തലിന് അങ്ങോട്ട് മസാലയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നല്ലോണം ആവി കയറ്റിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന രീതിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ഞാൻ പൊടികളായിട്ട് വേറെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാനും കൂടി നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 3 തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൂന്തലിനൊന്ന് നന്നാക്കി മാറ്റാം കേട്ടോ. കൂന്തലിനെ മാറ്റിയിട്ട് കൂന്തലിൻ്റെ ചിറകില്ലേ അത് മാത്രം നന്നാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടിടാം. എന്നിട്ട് കൂന്തലിൻ്റെ ഉള്ളിലത്തേക്ക് കളഞ്ഞ് അതിനെ നെടുകയൊന്നും മുറിക്കാത്ത രീതിയിൽ ശരിയാക്കിയെടുക്കുക. ആ കൂന്തലിൻ്റെ ചിറക് മാത്രം എടുത്ത് ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അത് നമ്മൾ സവാള മൂപ്പിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ കൂന്തലിനെ ഇതേപോലെ നന്നാക്കി കഴുകി അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം അഴുക്കൊക്കെ കളഞ്ഞ് ഉള്ളും കഴുകി എടുക്കണേ. ഞാൻ ഒന്നും കൂടി പൈപ്പിലിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോഴേക്കാളും ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നല്ലോണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അതിനകത്തോട്ട് ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത സവാളയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, പച്ചമുളക്, വേപ്പില അതെല്ലാനും കൂടി അതിനകത്തോട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരാനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റി നല്ലോണം തന്നെ ഒന്ന് വാടി വന്നെ, മുരിയണ്ട, വാടി വന്നെ. ആ സമയത്ത് നമ്മൾ കൂന്തലിൻ്റെ ചിറകെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് തന്നെ ചെറുതാക്കി ഒന്ന് നുറുക്കി എടുക്കുക കേട്ടോ. ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്, പിന്നെ ഗരം മസാല അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കൂട്ടിക്കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ കുറച്ചെടുക്കുക. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എരിവും ഒക്കെ നമുക്കുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്യണം, മുരിഞ്ഞു പോകരുത് കേട്ടോ. ആ മസാല ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയേ. അതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഇതേ കൂന്തലിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണേ. ഞാൻ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ശരിയായില്ല, എന്നിട്ട് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ഫില്ല് ചെയ്യണത്. പിന്നെ കൈ കൊണ്ട് ഫില്ല് ചെയ്തപ്പോൾ കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ ഉള്ളിലോട്ട് ഇറക്കി ഫില്ല് ചെയ്യണം. എന്നിട്ട് 3/4 ഭാഗം നിറച്ചാൽ മതി. എൻ്റെ ചിലത് ഇത്തിരി കൂടിപ്പോയായിരുന്നേ. അപ്പോൾ 3/4 ഭാഗം നിറച്ചിട്ട് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. എൻ്റെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഈർക്കലാണ് കുത്തിയത്. ഈർക്കൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ആൾക്കാർ മറ്റേ ഈർക്കലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈർക്കലില്ലേ, കുഞ്ഞീർക്കൽ, അതുപോലെയാണ് ഈർക്കൽ എടുത്തുകൊണ്ട് വന്നേക്കണത്. ഒരിത്തിരി ബലം വേണ്ടേ. പിന്നെ സന്ധ്യയായി, പിന്നെ എനിക്ക് പോകാൻ മടിയായി. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന ആൾക്കാർ അങ്ങനെയാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതേ ഉള്ളത് കൊണ്ട് ഞാൻ ഈർക്കൽ കുത്തിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതിയേ. എന്നിട്ട് ഇങ്ങനെ കുത്തി ഇതേപോലെ ഫില്ല് ചെയ്ത് അടിയിലോട്ടൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 3/4 ഭാഗം നിറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം നിറച്ചാൽ ഫില്ലിന് ആ കൂന്തലിൻ്റെ ഇതിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സ്റ്റീമറാണ് ഞാൻ വെച്ചേക്കുന്നത്. സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂട് കൊള്ളുമ്പോൾ തന്നെ ഈ കൂന്തൽ അങ്ങോട്ട് വീർക്കാൻ തുടങ്ങും. ചില കൂന്തലൊക്കെ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടി കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും പേസ്റ്റും, മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അതില്ലെങ്കിൽ മറ്റേ പൊടികൾ മാത്രം മതിയേ. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യണ രീതിക്ക് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ഇതുമേലോട്ട് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തിട്ട് സ്റ്റീമറിൽ 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് വേവിച്ചെടുക്കണ്ടാവേ. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂന്തലിൽ ആ വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് ശ്രദ്ധിക്കണം. കൂന്തൽ ഇതിനു മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തപ്പോഴും എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ചെയ്തതിനും കുറേ വ്യത്യാസമായിട്ടാണ് ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. മൊരിയുമ്പോഴേ നമ്മൾ ആവിയിൽ കയറ്റിയപ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അതുണ്ടാവും കൂന്തലിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പൊട്ടിത്തെറിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി നേരം കഴിയുമ്പോൾ തന്നെ അത് മാറിക്കോളും. ഇതേപോലെ തന്നെ ഒരുപാട് മൊരിച്ചല്ല എടുക്കേണ്ടത്. ജസ്റ്റ് ഷാലോ ഫ്രൈ ലോ ഫ്ലെയിമിലിട്ട് അങ്ങാടും ഇങ്ങാടും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടാൽ മതി. ആ മസാല ഒന്ന് മൂത്ത് കിട്ടണം. ആ മസാല കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഇരിക്കും. ഇവിടെ പിള്ളേർക്കാണെങ്കിലും ജോത്സ്യനാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇത് ഈ കൂന്തൽ നിറച്ചത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇഷ്ടമാണ്
എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.